ഇതിന്റെ സൗണ്ട് ഭയങ്കര കുറവാണല്ലോ. രണ്ടെണ്ണം കൂടെ പറഞ്ഞു വിടറാമാരെ എന്തിനാ നല്ല ഡിലേ ഉണ്ടോ കേട്ടോ ബ്രോ. രണ്ട് ബ്രോ എല്ലാ ടെറസിലും ഞാൻ ഡിലേ ഇട്ടിട്ടാണ് ബ്രോ സ്ട്രീം ചെയ്യാറ്. മെറ്റ എന്നുള്ളൊരു ഇത് വരാതിരിക്കും. ഹൈ ക്വാളിറ്റി കിട്ടില്ലായിരുന്നു ബ്രോ, അത് കിട്ടില്ലായിരുന്നു. ബ്രോ ചന്ദ്രൻ വെല്ലുവിളിച്ചിട്ടാടാ കയറിയിരിക്കുന്നേ. ചന്ദ്രൻ അടുത്ത് വെല്ലുവിളിച്ചിട്ട് ഓൾറെഡി പോയത്. ചന്ദ്രൻ പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ ഇത് 3 കില്ലെടുത്തില്ലെങ്കിൽ ചന്ദ്രന്റെ ചാനലിന്റെ പേര് ഊമ്പൻ ഗെയിമിംഗ് എന്നാക്കും. അല്ല എന്റെ അടുത്ത് പറഞ്ഞതേ ഇത്രയും നാള് ഹാർഡ് ഡിസ്കിലാണ് GT കിടന്നത്, ഇന്നാണ് SSD-ലോട്ട് മാറ്റിയത്. ഇനി അടി കണ്ടോളാൻ. ട്രൂ, ബട്ട് ഇഫ് ഗേൾ ഡസ് സച്ച് സൂയിസൈഡ് ഹൗ ഇറ്റ് വിൽ ബി. ഡാൻ വർഗീസ് 40 rupees. ആ മാറ്റർ നമുക്ക് ആ കോൺവെർസേഷൻ വിടാം. കാരണം ഈ ബ്രേക്കപ്പ് ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് ഇവിടെ ഇരിപ്പുണ്ടായിരിക്കും. നമ്മൾ ഇത് തന്നെ ഡിസ്കസ് ചെയ്തോണ്ടിരുന്ന അവർ ആ ലൂപ്പിൽ ഇങ്ങനെ പെട്ടോണ്ടിരിക്കും. മനസ്സിലായ? വെറുതെ അവരെന്തിനാ മൈൻഡ് ഫക്ക് ആക്കുന്നത്? അവർ അതിൽ നിന്ന് റിക്കവർ ആവാനായിരിക്കും ഇത് കാണുന്നത്. അതെ, അവർ അതിൽ നിന്ന് റിക്കവർ ആവാനായിരിക്കും ഇത് കാണുന്നത്. നമ്മൾ ഇവിടെ ഇത് ഡിസ്കസ് ചെയ്തോണ്ടിരുന്ന ഷോകോ സത്യം അവര് വീണ്ടും അതിൽ തന്നെ നിൽക്കും. കാളക്കുട്ടന്റെ ചുണ്ണിയിൽ കടിച്ചു ഉറുമ്പ്. താങ്ക് യു സോ മച്ച്. 20 rupees. കാളക്കൂട്ടന്റെ ചുണ്ണി കടിച്ചു ഉറുമ്പാ. ഇവിടെ നമ്മളൊക്കെ കയറി തൂഫിയിട്ടുള്ള ടർഫായി ബ്രോ, കണ്ടോ? നീ തൂഫിയും കാളക്കൂട്ടന്റെ അനൂസിയർ ബ്രോ താങ്ക് യു സോ മച്ച് 40. എന്റെ എന്റേതല്ലാത്ത കാരണങ്ങളാൽ എന്റെ 10 ഗേൾ ഫ്രണ്ട്സും ഋത്തിക് റോഷനെ. അതെ ഇവരുടെയൊക്കെ സൗണ്ട് എനിക്ക് മാത്രമാണോ? ടിവിയുടെ ഒരു വണ്ടി അപ്രോച്ച് ചെയ്യുന്നു. ഫ്ലഫിയുടെ വണ്ടി കേറി അതേപോലെ പോയി. അവന് ഗണ്ണ് വരുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ടർഫ് കാണാം. ഗയ്സ് എല്ലാവരും ഡു ലൈക്ക് ദി സ്ട്രീം. ടീമിന് വലിയൊരു നഷ്ടം. പീഡിക്കാർക്കൊരു നഷ്ടമായിരിക്കും. പക്ഷെ അത് പണ്ട് അത് സ്പെക്കിന്റെ പ്രശ്നമാണ്. പണ്ട് ഗണ്ണ് വരുന്നില്ലെന്ന് ടിവിയിൽ ആൾക്കാർ ഗണ്ണ് വരുന്നില്ലെന്ന്. ബൈഫൂട്ട് കളിക്കുകയാണ് ടിവിയെ. എല്ലാരും ടർഫിന്റെ സോണ്ടാത്തോട്ട് കയറിയാണ്. ടിവിക്ക് ഇൻഫ്ലുവൻസ് കേറി. ഒരാൾ ഇരിപ്പുണ്ട് ഇവിടെ. കൂടെ പോവുകയാണ്. ബാലങ്കെ നേരെ ഫ്ലഫി വില്ലൂടെ ഒക്കെ പോവുകയാണ്. ഓക്കെ, വാലർ കണ്ടിരിക്കുന്നു. വാലർ അവിടെ ഫ്രീ ഫയർ സാധനത്തിന്റെ പേരിൽ ഉണ്ടായിരിക്കുന്ന അടികൾ ചെയ്തിട്ട് ഇപ്പൊ വന്നത്. വാലറിനെ അടിക്കുകയാണ്. ഓക്കെ, ഇനിഷ്യൽ പുഷ് ആദ്യമായിട്ടാണ് ഈ ടർഫിൽ പെട്ടെന്ന് തന്നെ ഫൈറ്റ് കിടക്കുന്നത്. വാലറിനെ ഷീൽഡ് ഇല്ല. ഓ ഇവിടെ അതൊരു മണ്ടത്തരമാണ്. ടിവി ആ സൈഡ് നോക്കി. ഇത് ഈ ഒരു പ്ലാൻ എനിക്ക് ഇവര് മുമ്പ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇത് സെയിം സ്ട്രാറ്റജിയാണ്. ഓക്കെ, അവിടെ നിന്നും 2 സൈഡിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്തിട്ട് കണ്ടെയ്നർ സൈഡ് ടിവി കയറിയിട്ടുണ്ട്. അയ്യോ, ഫസ്റ്റ് പിക്ക് അവിടെ വഴി മാറും. ഓക്കെ, വില്ലു അവര് തിരിച്ച് ബാക്ക് ഇറങ്ങിയിട്ടുണ്ട്. ബ്രോ വയനാട്ടിലേക്ക് വരുന്നുണ്ടേ പറയണം. സുഹേൽ ബ്രോ ഷുവർ താങ്ക് യു സോ മച്ച്. ഇവിടെ നിന്ന് ഗയ്സ് എല്ലാവരും ഡു ലൈക്ക് ദി സ്ട്രീം. സരക്ക് ഡാനി രായൻ സാവേജ് ഒരു വണ്ടിയിലാണ്. അവരിപ്പുറത്ത് സോണിന്റെ വെളിയിലാണ്. അതേപോലെ ചന്ദ്രബോസ് മൈൽസ് നിൽക്കും. അവരും സോണിന്റെ വെളിയിലാണ്. അപ്പൊ സോണിന്റെ അകത്തായ 3 പേരെ ഉള്ളൂ എന്നാണ് എന്റെ ഒരു വിശ്വാസം. നമുക്ക് കാണാം സോണിൽ എന്തരാകുമോ ഇല്ലേന്ന്. പറഞ്ഞായിരുന്നു എന്റെ കല്യാണ ഡേറ്റ് ഉണ്ടായി. ബോബിന് അറിയാം. ഞാൻ അമ്പ് വന്നു. ഫോളോവർ നോട്ട് ഗെറ്റിംഗ് എ സിംഗിൾ മെസ്സേജ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച് ഫോർ ഡാമേജ് കൊണ്ടെന്ന് തോന്നുന്നു. പുള്ളിയുടെ ഷീൽഡ് ഒരു പൊടി. ചാനല് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാ ടോപ്പിക്കും പാടാണ്.
നമുക്ക് മാക്സിമം നോക്കി നോക്കാം. ഒരു പിക്ക് കിട്ടുന്ന വരെയും ശ്രദ്ധിച്ച് കളിക്കേണ്ടി വരും. ലൈവ് വരും എന്തായാലും ലൈവ് എന്തായാലും തർപ്പക്ക് അടുത്ത 1000 രൂപ ഓക്കെ അലക്സാണ്ടർ വാലർ എവിടെ നിന്ന് ബാക്ക് വരും ഏതെങ്കിലും ഒരെണ്ണം വെക്കടാ. ഫ്ലഫി പക്ഷെ ആ വാലറിന് ആദ്യം താഴെ നിന്ന് അടിച്ച് ഇൻഫോ കൊടുക്കാതെ ആദ്യമേ കയറി എടുത്തിരുന്ന നൈസ് പിക്ക് കിട്ടിയേനെ പെട്ടെന്ന്. അല്ല അത് ഒരു അടി അടിച്ചു, പക്ഷെ എനിക്ക് അത് കിട്ടിയില്ല അത് കിട്ടിയില്ല. അത് 3 പേരോടെ കയറി അടിച്ചാൽ മതിയായിരുന്നു. നല്ല പ്ലാൻ. ആ നമ്മൾ അറ്റാക്കിങ് അത് 3 പേരോട്ട് അടിച്ചിരുന്നെങ്കിൽ എനിക്കൊന്ന് പിക്ക് വീണ തന്നെ അവിടെ. ഉയ്യോ SP സെർജിയോ ഉണ്ടോ, നല്ല ലിറ്റായവൻ. ബാബു നീ ഉണ്ടായിട്ട് കളിക്കാത്തതാണോ അതോ നീ കളിക്കാത്തതാണോ ടീമിലില്ലേ? ഞാൻ ലിസ്റ്റില് പേര് ഇട്ടതാ, ഞാൻ കേറിയില്ല. എനിക്ക് വയ്യ കേട്ടോ കളിക്കാൻ, എനിക്ക് പ്രഷർ എടുക്കാൻ വയ്യ. അക്ഷയ സിനിമ താങ്ക് യു സോ മച്ച്. ആയി വസന സുഖല്ലേ ജോക്കിയാണ് സുഖല്ലേ. ബാലൻക്ക് നേരെ മിക്കായിലൂടെ അടിപെട്ട് 1v ഇതൊക്കെ ബാലൻ മിക്കാൽ ഓപ്പണിക്കുന്ന ഓടി വില്ലു തിരിച്ചു ഓടി ഇതേ വഴിവെട്ടി കുഴിയിൽ ഓടിപ്പോടി. ഒരു വാക്കോല് വിളിച്ചില്ല. ബാലൻ നൈസിന് വരുന്നില്ല. അപ്പൊ അതാന്റെ ഇഷ്ടം ഉണ്ടോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. വില്യം തെറ്റി ഗണ്ണ് കൊടുത്ത് ഞാൻ പോയി വേറെ ഗണ്ണ് കൊടുത്ത്, നീ ഒന്നും കൂടെ ഗണ്ണ് കൊടുത്തു. ഷൈൻ മോഹൻ എസ്ബ്രോ ടിവിയുടെ പ്രശ്നം. ഓ ഇവന് വേറെ ഐഡിയസ് വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ഐഡിയസ് ഉണ്ട്. പുറകിൽ നടന്ന് അറിയട്ടണേ പുറത്തുനിന്ന് ആടി വരുന്നു. വണ്ടി പൊട്ടിത്തെറിച്ച് കൊല്ലിച്ചോ എന്റെ അമ്മോ. വണ്ടി പൊട്ടിച്ച് കൊന്നിട്ടുണ്ട്. ഇൻഫ്ലുവൻസ് പയ്യെ ടി വി ഒക്കെ ആയിക്കോട്ടെ. വണ്ടി പൊട്ടിത്തെറിക്കല്ലേ ഇതിനകത്ത്. അടുത്തത് ഇനി അവന്മാർ ഇങ്ങോട്ട് പുഷ് ചെയ്യണം. വിഷയോളം എല്ലാരും അകത്ത് കയറിയത്, എല്ലാരും ഇതിനകത്ത് കയറിയത്. ലെറ്റ്സ് ഗോ. ADS ഏതായിരിക്കും പിന്നെ അല്ല. പ്ലാൻ തന്നെയാ. അടുത്തത് ഇനി പീഡിക്ക് ഒരു പിക്ക് എടുക്കണം, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്. അതിപ്പോ 97 അല്ല നമ്മുടെ പ്ലേയേഴ്സ് കുറച്ച് വെളിയിലുണ്ട്. ഇപ്പൊ അകത്ത് കയറിയ ഇൻഫ്ലുവൻസ് അങ്ങ് ഇതാക്കണം. അതെ അത് എന്തൊരു പിക്കല്ലേ അത്. 916 IQ സത്യം അമ്മാരെല്ലാം ഒരുമിച്ച് അടിച്ച് പൊട്ടിച്ചത്. 95 ആയി, 94 ആയി. ഇടയില് നമ്മള് അതവന് പുറകെ നടിയിട്ടുണ്ട്. നല്ല അടി കിട്ടി വാലറിന് ഇവിടുന്ന് ബാല അടിച്ചാണ് ആ ഒരു കവറില്. ഇവർക്ക് നല്ലൊരു കവർ. ആ വണ്ടി ഒന്ന് വിടുകയും ചെയ്തു കണ്ടോ, ഇവിടെ പൊട്ടിയ വണ്ടി. ജോക്കിയുടെ മുളക് തേച്ച $25. ഈ വൈകപ്പ എല്ലാരും ബാബുന്റെ ഈകളുടെ ലൈവ് കാണുന്നു എന്ന് പറയുന്നത് നല്ലൊരു ഇതായിരിക്കും. പക്ഷെ ടി വി എല്ലാരും വെളിയിലാണ്. ഞാൻ നോക്കാം. ഞാനിപ്പോ ടർഫിൽ മുഴുകിയിരിക്കുന്നത്. എടുക്കാൻ പറ്റുന്നില്ല. സ്നൈപ്പ് സ്റ്റിൽ സ്റ്റീവ് സ്നൈപ്പ് ഒക്കെ സ്റ്റിൽ ഇവര് ഇൻഫ്ലുവൻസ് വെളിയിറങ്ങി നിൽക്കുന്നത്. ഇൻഫ്ലുവൻസ് 100 ആയി തിരിച്ച് എന്നാ അടിക്കാൻ വേണ്ടി നിക്കോട്ടാ. പുഷ് ചെയ്ത് പിക്ക് എടുത്ത് കളിക്കാൻ നിക്കോട്ടാ. ഇൻഫ്ലുവൻസ് അല്ലാണ്ട് വാലർ ഓൾറെഡി ലിറ്റ് ആയിട്ട് പോയി എല്ലാം ചെയ്തിട്ട് തിരിച്ചു വന്ന കേട്ടോ. അകത്ത് മാത്രം കയറി നിന്നാ എനിക്ക് 30 മിനിറ്റിൽ ഫുള്ള് പിടിക്കാം. 35 മിനിറ്റ് ബാക്കി നിക്കേ എന്തരാവോന്ന് അറിയാം. PD ഒരാള് ഡൗൺ ആണ്. ഓക്കെ PD 2 പേര് ഇപ്പൊ ഇല്ല. ടെക്നിക്കലി കത്തിയും പോയോ എന്തരാവും നമുക്ക് നോക്കാം. IGL Dan XT PD 1 ഡൗൺ ആണ്. ബട്ട് ഒരാള് കത്തിപ്പോയിട്ടുണ്ട്. എല്ലാരും അകത്ത് കയറിയാട്ടോ. എല്ലാരും അകത്ത് കയറി. സ്റ്റീവും അവരവര് ചന്ദ്രബോസ് കേട്ടാ. അത് മേടിക്കാനാത്. ചന്ദ്രബോസ് ഇരുന്നിട്ടൊന്ന് എത്തി വെക്കുന്നത്. അത് പുഷ് ചെയ്യുമെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇപ്പം നിരന്ന ഒരു ഇത് പുഷിന് വേണ്ടിട്ടാണ്. സ്റ്റീവൊക്കെ തിളച്ച് നിക്കാണെന്ന് തോന്നാട്ടാ. സ്റ്റീവല്ല പീഡിയോ അതുപോലെ തിളച്ച് നിൽക്കായിരിക്കും. അമ്മാരും പുഷിയല്ലോ അതുപോലെ. ബാക്കിയുള്ളവരെ എല്ലാരും ഡു ലൈക്ക് ദ സ്ട്രീം ഗൈസ്. സബ് ചെയ്യാത്തവരുടെ സബ് ചെയ്യണേ. റോഡ് ടു 1 മില്യൺ. ഞാൻ ഇപ്പോഴേ 1 മില്യൺ ആ പറയണം. 1 മില്യൺ 700K ഇല്ല. 1 മില്യൺ
ഇവര് 4 പേരുള്ളൂ കേട്ടോ ഇവിടെ പുഷ് ചെയ്യാനുള്ളതെല്ലാം തോന്നി. ആൻഡ് ഇൻഫ്ലുവൻസ് 89 ആയി guys. Influence 89. കണ്ടെയ്നർ സൈഡിൽ നിന്ന് അവിടെ നിന്ന് അടി അവന്തി, ബോബന്തി. കൊടുക്കും ബേക്കി കൂടെ പോകാനുള്ള പരിപാടിയായിരിക്കും. ഓക്കെ അലക്സാണ്ടർ ഒരു ബാക്കി വന്നിട്ടുണ്ട്. വാലർ അല്ലെങ്കിൽ ആ മണ്ടയിൽ നിൽക്കുന്നവരൊപ്പം അവര് പുഷ് ചെയ്ത് വാലറിനെ എടുക്കാനുള്ളത്. പക്ഷെ അലക്സാണ്ടറിനെ കണ്ടോ എന്തോ ഇവിടെ. പക്ഷെ ഇവിടുന്ന് ഫയർ ചെയ്യുമ്പോഴും മൈൽസിന്റെ കൊളീഗ്സിന്റെ കൂടെയാണ് കളി കേട്ടാ അന്ന്. മൈൽസിന്റെ കൊളീഗ്സ് ആണ് ഫുള്ള്. ആന്ത്രാക്സ് റേസ് ഏത് SRPD. SRPD മൈൽസ് SRPD-ലായിരുന്നല്ലോ. നമ്മള് പറഞ്ഞായിരുന്നു. ആൾക്ക് ഗ്യാങ്ങിലോട്ട് വരാനേ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അവിടെ തന്നെ കുറെ ഇഷ്യൂസും കാര്യങ്ങളും പ്ലേ ടൈം ഒക്കെ നോക്കിയിട്ടാണ് വീണ്ടും ഇത് കൂടുന്ന ഇവർക്ക് 98-ലെത്തി. ആരെങ്കിലൊക്കെ വെളി ഇറങ്ങി കാണാം അങ്ങോട്ട് കേട്ടോ. ഇവന്മാര് വെളിയിലല്ലേ നിക്കുന്നേ? ഇവന്മാരെന്താ അകത്ത് കയറാത്തെന്ന് ഞാൻ ആലോചിക്കുന്നേ. മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള മെയിൻ ആളെത്തി. ട്രിബിൾ കളിക്കുന്നുണ്ടോ? ആ റിബലുണ്ട്. ഇനി പ്രശ്നമാണ് ഇവിടെ. വീണ്ടും ഇൻഫ്ലുവൻസ്. ഓക്കെ വാലർ ഇവിടെ നിന്നിട്ട് ആരടിക്കുന്നെന്ന് പറഞ്ഞൂടാ. നല്ല അടി അടിച്ചിട്ടുണ്ട്. നല്ല അടി അടിക്കാതെ എന്തൊരു ബാക്കിയുള്ളവരെ ഓക്കെ സെർജിയോ സിയോൺ ടിപി അവൻ വന്നിട്ടുണ്ട് വീണ്ടും 48ാമത്തെ അവൻ വന്നിട്ടുണ്ട്. ടൈം ഉണ്ടെണ്ണ അതാണ്. റീസ്റ്റാർട്ട് ചെയ്താ അവൻ. അവന്റെ അടുത്ത് നിർത്തി പോകാൻ പറ. സെർജിയോക്ക് കണ്ണ് വരുന്നില്ല. ഞാൻ പിന്നെ അല്ല എന്തിനു പറയാൻ എന്നേ പറയണ കാര്യം. എടാ പോട്രാ 9 മണിയിട്ട് നിക്കുന്ന കേസല്ലേ ഇത്. കണ്ണ് വരുന്നില്ല അവരോട് ഞാൻ പറഞ്ഞില്ല അവരവിടെ നിന്ന് മൂവ് ചെയ്ത് മറ്റേ പീഡി ഓഫീസർ കണ്ണം പിടിച്ചു. ഫ്ലഫി ഒറ്റയ്ക്ക് കവർ കൊടുക്കാൻ ആലോചിക്കാൻ ബാക്കിൽ നിന്ന് ഏഡിയസിനെ എടുത്തു കളഞ്ഞ് ചാടി പോകുന്നുണ്ട്. ഓക്കെ സ്നൈപ്പ് സ്റ്റീവ് ഓക്സി അപ്പുറത്തെ സൈഡ് വണ്ടി ഇവിടെ കുത്തി. എന്തൊരു പ്ലാനാണ്, എന്തൊരു എന്റെ പൊന്നോ. ലാഡർ കയറുന്നു. വീണ്ടും ഫ്ലഫി നോക്കിയ സ്മോക്ക് ഇട്ട് മേലെ കയറണേ. കവറിന് വേണ്ടി സ്മോക്ക് ഇട്ട് എല്ലാരും ഇവിടെ ഡബ്ല്യു പിഷ് അടിച്ചിട്ടുണ്ട്. ഷോണ് നല്ല ചാടുകയാണ്. ഷോൺ ബാലിനാണ് പിടിക്കുന്നത്. ഷോണ് ഡൗൺ ആയിരിക്കുകയാണ്. വാല 2 വിക്ക് അതിന്റെ ഇടയില്. ഡൊമിനിക്കാൻ മാർട്ടിൻ ഇപ്പുറത്തെ ബിൽഡിംഗ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. താഴെ അലക്സാണ്ടർ ഗണ്ണെടുക്കാൻ പറ്റാത്ത പയ്യന്റെ അവസ്ഥയാണ്. അവനവിടെ ഇരിക്കുകയാണ്. കണ്ണില്ലടാ, അവര് കണ്ണില്ലടാ. എന്നെ കൊല്ലല്ലേ. ഇൻഫ്ലുവൻസ് ഒന്നും വേണ്ട, ഓടിച്ചിട്ട് ഓടിക്കാന്ന് അടിച്ച് ജയിച്ചോ ഇപ്പൊ തീരും ബാലെടുത്ത് ബാല 2 എടുത്തോ. ഇപ്പോഴോ? ഓ ബാല 2 എടുത്താ പിക്ക്. 2 പിക്ക് അന്നേരം എടുത്തു ബാലൻ. വണ്ടി എടുത്ത് പിക്ക് വന്നാട്ടോ. അലക്സാണ്ടർ ഇപ്പൊ എടുത്ത് വന്നിട്ടുണ്ട്. എന്തിനാവും നമുക്ക് അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം. എന്റെ അമ്മ. ഓക്കെ പീരിയഡ് ടർഫിന് ഇൻഫ്ലുവൻസ് കുറയുന്നുണ്ട്. 35% ചന്ദ്രന്റെ ചാനലിന്റെ നെയിം മാറോ? ചന്ദ്രൻ എടുത്തിട്ടില്ലല്ലോ. ചന്ദ്രൻ എടുത്തില്ലല്ലോ. അതെ നെയിം മാറുമല്ലോ. പറയാ ഉള്ളു ബാബു. ഭയങ്കര പ്രാക്ടീസ് ഒക്കെ ആയിരുന്നു. ചില ആൾക്കാര് പതിവില്ലാത്ത പ്രാക്ടീസ് ഒക്കെ ആയിരുന്നു ടർഫില്. നമ്മള് വരുന്നുണ്ട്. അതെ 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 അതെ. ഇഫ് യു നോ you know. If you know you know. ടർഫ് മാത്രം
അടിപൊട്ടി. അവരുടെ കയ്യിൽ അവരെ കഴിഞ്ഞോളാ? ഇല്ല 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 പക്ഷെ ഇല്ല ഇനി ഒരു 3-4 പേരും കൂടെ ഉണ്ട്. ഒരു 2-3 പയ്യന്മാരെ കൂടെ അടിക്കാനുണ്ട്. ഇൻഫ്ലുവൻസ് ആയേ. ടിവിയുടെ പേരിൽ ഇൻഫ്ലുവൻസ് കയറി തുടങ്ങിയിട്ടുണ്ട്. ടിവിയുടെ പേരിലായ ഇൻഫ്ലുവൻസ്. ലെറ്റ്സ് ഗോ. മറ്റേ പയ്യനെ എവിടെ? മറ്റേ പയ്യനെ ഓടിയാ? മറ്റേ പയ്യനെ കാണുന്നില്ല. അവൻ 1 2 3 4 പേര്. ഇറങ്ങിയെന്ന് തോന്നുന്നു. അവൻ ഇറങ്ങി കേട്ടോ. ഒന്നുകൂടെ ഇറങ്ങി കയറാൻ പോയതാണെന്ന് തോന്നുന്നു മറ്റേ പയ്യൻ. ടിവി വണ്ടി എടുത്ത് പിക്കിന് വരുന്നു കേട്ടോ. അവര് അടുത്ത പൊസിഷൻ എടുത്ത് 4 പേരുണ്ട്. സ്പോട്ട് ചെയ്തേട്ടോ, സ്പോട്ട് ചെയ്തേട്ടോ. സ്നൈപ്പ് കിട്ടി. എന്തോ അവരിതാ ബാക്കി സ്നൈപ്പ് കിട്ടി. കുത്തി. മൈൽസിന് വേണമെങ്കിൽ മാർട്ടിൻ അടിക്കാം. ഇല്ല, മണ്ടത്തരമാണ്. മാർട്ടിനെ നോക്ക്. ഓക്കേ, മൈൽസ് ഇല്ല മൈൽസ് അങ്ങോട്ട് ഓടിക്കരുത്. മണ്ടത്തരമാണ്. രായനൊക്കെ കേറി. ചാടി ഇറങ്ങി അടിക്കണേ. അടുത്ത വിക്ക്, ഫ്ലഫി അടുത്ത വിക്ക്. മൈൽസിനെ കിട്ടി. കഴിഞ്ഞ മൈൽസിന് ഒരു വിക്ക്. വാൾഡിമർ കൊളോസ്കൈ. ഓക്കേ, എന്തിനാണ് സെർജി ഉണ്ടോ? ഗണ്ണില്ലാത്ത പയ്യനുണ്ടോ? വിഷയടാ രായ, വിഷയം. എന്റെ പൊന്നോ, നിന്ന് കൊടുത്ത് അടിച്ചോ. സരക്ക് ഫിനിഷ് ചെയ്ത്. ലെറ്റ്സ് ഗോ. പേര് മാറിയാട്ടാ. ഞാൻ പേരെല്ലാം പറഞ്ഞേന്. നീ പറഞ്ഞിട്ട് പോയി പറഞ്ഞേ. ചലഞ്ച് ചന്ദ്രൻ കിലോ വിഷയോടാ വിഷയം. കളി. എന്റെ പൊന്നോ, എന്ത് കളി കളിച്ച് ഫ്ലഫി. ആദ്യത്തെ ടർഫ് എടുക്കും എടുത്തിരിക്കും. അത്രേ ഉള്ളൂ. ലെറ്റ്സ് ഗോ.